നമസ്കാരം. ലോകരാഷ്ട്രീയത്തിന്റെ ചൂടേറിയ മണൽപ്പരപ്പിൽ വീണ്ടും ഒരു ആണവ നിഴൽ നീളുകയാണ്. മരുഭൂമിക്കാറ്റിന്റെ നിശബ്ദതയ്ക്കുള്ളിൽ യുദ്ധത്തിന്റെ പൊടിപടലങ്ങൾ അടങ്ങിയിട്ടില്ല. പകരം പുതിയൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇറാന്റെ യുറേനിയം ശേഖരം ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ, അതോ നയതന്ത്രത്തിന്റെ മേശയിൽ സമാധാനത്തിന്റെ പുതിയ അധ്യായം എഴുതപ്പെടുമോ? അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ കരാറിലേക്ക് അടുക്കുമ്പോൾ വെറും രണ്ട് രാജ്യങ്ങളുടെ ഭാവി മാത്രമല്ല, മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടവും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ താളവും അതിനൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയാണ്. വർഷങ്ങളായ ഉപരോധങ്ങളും അവിശ്വാസവും യുദ്ധഭീഷണികളും കെട്ടിപ്പൊക്കിയ മതിലുകൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും വലിയ തർക്ക വിഷയമായി മാറുന്നത് ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ശേഖരമാണ്. അതിന്റെ നിയന്ത്രണവും പരിശോധനയും സംബന്ധിച്ച ധാരണയിലെത്താനായില്ല എങ്കിൽ ഇന്നത്തെ ചർച്ചകൾ അല്ലെങ്കിൽ ഒപ്പിട്ട കരാർ നാളെയുടെ പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കുന്ന വലിയൊരു പൊട്ടിത്തെറിയായി മാറുമെന്ന ആശങ്ക ശക്തമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാന്റെ കൈവശമുള്ള 440 കിലോഗ്രാം യുറേനിയം ശേഖരം കരാറിന്റെ ഭാവി നിശ്ചയിക്കുന്ന പ്രധാന ഘടകമായി മാറുകയാണ്. മാസങ്ങൾ നീണ്ട സംഘർഷത്തിന് ശേഷം ഉപരോധങ്ങൾ നീക്കുന്നതും സൈന്യത്തെ പിൻവലിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഈ യുറേനിയം ശേഖരത്തിന്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ പക്കലുള്ള യുറേനിയം 60% വരെ സമ്പുഷ്ടീകരിച്ചതാണ്. സാധാരണ ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപാദനത്തിന് വെറും 3 മുതൽ 5% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മതിയാകും. എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യമാണ്. നിലവിൽ ഇറാന്റെ പക്കലുള്ള 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തെ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആയുധ നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കുമെന്നതാണ് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആശങ്ക. ഈ ശേഖരം ഉപയോഗിച്ച് ഏതാണ്ട് 10 ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ കണക്കാക്കുന്നുണ്ട്. യുറേനിയം ശേഖരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞങ്ങൾക്കത് വേണ്ട, അത് കൈക്കലാക്കിയാൽ ഉടൻ നശിപ്പിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ യുറേനിയം ശേഖരം ഒരു കാരണവശാലും വിദേശത്തേക്ക് അയക്കില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഉത്തരവിട്ടിട്ടുണ്ട്. ദശാബ്ദങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ സ്വന്തമാക്കിയ ഈ ശേഖരം തങ്ങളുടെ പരമാധികാരത്തിന്റെ അടയാളമായും ചർച്ചകളിലെ വലിയൊരു വിലപേശൽ ശക്തിയായുമാണ് ഇറാൻ കണക്കാക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യുറേനിയത്തിന്റെ കൃത്യമായ കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇസ്ഫഹാനിലെ തുരങ്കങ്ങളിൽ 200 കിലോയോളം യുറേനിയം ഉണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും ബാക്കി എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. യുറേനിയം എളുപ്പത്തിൽ ഒളിപ്പിക്കാനും കടത്താനും കഴിയുമെന്നതിനാൽ സൈനിക നടപടികൾ കൊണ്ട് മാത്രം ഇത് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കരാർ യാഥാർത്ഥ്യമാകാൻ പ്രധാനമായും 3 നിർദ്ദേശങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. യുറേനിയം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക, ആയുധമാക്കാൻ കഴിയാത്ത വിധം യുറേനിയത്തിന്റെ തീവ്രത കുറയ്ക്കുക, ഇറാനിൽ തന്നെ കർശനമായ അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ നിലനിർത്തുക എന്നീ സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനോടാണ് ഇറാന് താല്പര്യം. എന്നാൽ ഇറാനിൽ വെച്ച് തന്നെയാണെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെയോ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയോ സാന്നിധ്യത്തിലോ മേൽനോട്ടത്തിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാനാണ് US താല്പര്യപ്പെടുന്നത്. അതിലൂടെ ഇറാന്റെ ആണവായുധ മോഹങ്ങളെ വീണ്ടും പതിറ്റാണ്ടോളം പിന്നിലാക്കാൻ US സാധിക്കും. യുറേനിയത്തിന്റെ പേരിലുള്ള അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകളും ഇറാന്റെ അവകാശവാദങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ സാധിക്കൂ. സമാധാനത്തിന്റെ കരാർ ഒപ്പിടാൻ തുടങ്ങുന്ന മഷി ഉണങ്ങും മുൻപ് തന്നെ സംഘർഷത്തിന്റെ പുതിയ വാർത്തകൾ തെളിയുമോ, അതോ ചരിത്രത്തിലെ അനവധി പരാജയപ്പെട്ട കരാറുകൾക്കപ്പുറം ഈ വട്ടം ലോകം കൂടുതൽ സുരക്ഷിതമായ ഒരു വഴിയിലേക്ക് തിരിയുമോ? ആ നിർണായക ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന നിമിഷങ്ങളിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്.